അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ അടിത്തറ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലുതാവും, ഒരു സംശയം വേണ്ട. അത് അതാത് സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ ആ വിപുലീകരണത്തിൽ കേരള കോൺഗ്രസ് അതൊന്നും ആ വിഷയമൊന്നും അത് ആ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല, ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഒരു സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല. ഇനി കേരള കോൺഗ്രസ് മാണി വന്നാലും സ്വീകരിക്കില്ല നിങ്ങൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിലൊന്നും ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ആ ചോദ്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയണ്ട. ഞങ്ങൾ ആരും പറയാത്ത, ഞങ്ങൾ ഒരു പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിയെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയില്ല. വരുമ്പോ അറിയിക്കാം. ഈ പ്രയാർ കോർപ്പറേഷന്റെ ബോർഡിനെ പൂർത്തിയാക്കുന്നതാണ് 2012 പോകുന്ന ദേവസ്വം ഉത്തരവ്. അപ്പോൾ തന്ത്രി ഇപ്പൊ ഇത് അതൊന്നും അല്ലല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണം കവർന്ന കേക്ക് അല്ലല്ല, അതൊന്നും അല്ലല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണം കൊള്ളയല്ലേ, ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോ നടന്നതിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നടന്നത് 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ളയും 2024 വീണ്ടും കൊള്ള നടത്താൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും CPM സ്വീകരിക്കുന്നില്ല. അവരെ പൂർണ്ണമായി ഗവൺമെന്റും CPM-ഉം സംരക്ഷിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്ഥിതി. അതിനും മറുപടി പറയണം, ഗവൺമെന്റും പറയണം, CPM-ഉം പറയണം. അതിനും മറുപടി ഇല്ലായിരുന്നപ്പോഴാണ് നീ പ്രയാർ ഗോപാലൻ ജീവിച്ചിട്ട് പോലും ഇതൊന്നും ആര് വന്നു എന്തെന്നല്ല. ആ കാലത്തൊന്നും ഒരു വൃത്തിയോട് നടന്നിട്ടില്ലല്ലോ. അല്ലല്ല, കേൾക്ക്, നിങ്ങൾ ഇതില്ലാതാവില്ല. ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട, ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട. ഏത് വിഷയം വേണേലും അന്വേഷിക്കുക. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ആര് വേണമെങ്കിലും ഹൈക്കോടതി പോയി ഏത് കാലത്തെ പറ്റിയും പറഞ്ഞോ, ഹൈക്കോടതി അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഏത് കാലത്തെ അന്വേഷണം നടത്തിയാലും സ്വാഗതം ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇതിനെ വെള്ളം ചേർക്കാൻ നോക്കണ്ട. ഇത് കേരളത്തെ ഞെട്ടിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസാണ്. ജാമ്യം പോലും ഒരു കിട്ടണില്ല, ഒരാൾക്കും കൊടുക്കണില്ല. മനസ്സിലായില്ലേ? ഒരാൾക്കും ജാമ്യം പോലും കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും ഒരാൾക്കെതിരെ നടപടി പോലും എടുത്തില്ല. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടി എടുക്കുന്നില്ല. അവരെ സംരക്ഷിക്കുകയാണ്. അപ്പൊ എന്താണ് CPM കരുതുന്നത്? എന്താണ് ഗവൺമെന്റ് കരുതുന്നത്? അതല്ലേ മറുപടി പറയേണ്ടത്. അത് കൊടുത്തില്ലല്ലോ, എന്നിട്ടും കൊടുത്തില്ലല്ലോ. അല്ലല്ല, അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ അന്വേഷണം നടക്കുന്ന, ഇതെല്ലാം അറിയാവുന്നവരല്ലേ ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കുന്ന ആളുകൾ. അവര് നോക്കട്ടെ. എന്തായാലും അതിനൊരു മന്ദഗതി പാടില്ല, അത് പോകണം. ഞങ്ങൾ ഒരിക്കലും SITയുടെ കാര്യത്തിൽ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. SITയെ മീതെ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? അതേപോലെ അത് കോടതി ശരിവെച്ചല്ലോ. വേറെ രീതിയിൽ മന്ദഗതിയിലായി എന്ന് പറഞ്ഞില്ല. ഇടയ്ക്ക് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള താമസം ഉണ്ടായി. വേറെ പല കാര്യത്തിലും പലരെയും ചോദ്യം ചെയ്യുന്നതിൽ താമസം ഉണ്ടായി, ചോദ്യം ചെയ്തതിന്റെ കണക്ഷനിൽ താമസം ഉണ്ടായി. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം.